റിലീസായ സമയത്ത് തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമ DVD-കളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. ശേഷം പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടാം ഭാഗം ഇറക്കി ബ്ലോക്ക് ബസ്റ്റർ ആക്കുന്നു. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം മൂന്നാം ഭാഗം ഇറക്കി മെഗാ ബ്ലോക്ക് ബസ്റ്റർ ആക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയൊരു റെക്കോർഡുള്ള മറ്റൊരു സിനിമയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മലയാളത്തിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ആട് ഫ്രാഞ്ചൈസിയുടെ കഥ എങ്ങനെയുണ്ടായി, അതിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ ആരെ കണ്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തുടങ്ങിയ അധികമാർക്കും അറിയാത്ത ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ആട് ഫ്രാഞ്ചൈസിയുടെ ഫാൻ ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനുമായി കാണാൻ ശ്രമിക്കുക. 2014 ഓം ശാന്തി ഓശാൻ എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതിനു ശേഷം എഴുത്തുകാരൻ മിഥുൻ മാനുവൽ തോമസ് ആട് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി വിജയബാബുവിന്റെ അടുത്ത് പോകുന്നു. ശരിക്കും ആട് എന്ന ഷോർട്ട് ഫിലിം മിഥുൻ മാനുവൽ തോമസിന്റെ സുഹൃത്തുക്കളുടെ ലൈഫിലുണ്ടായ ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. ആ ഷോർട്ട് ഫിലിമിന്റെ കഥ ഇങ്ങനെയാണ്. വണ്ടി ഇടിച്ച് പരിക്കേറ്റ ഒരു ആടിനെ എടുത്തുകൊണ്ട് പോകുന്ന നാട്ടിൻപുറത്തെ ഒരു ടീം അവരുടെ വണ്ടിയിൽ പോകുമ്പോൾ ആട് കരയുന്നത് കേട്ട് അതൊരു സ്ത്രീയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പിറകെ പോകുന്ന പോലീസ് ഓഫീസറും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർക്ക് ജാമ്യം കിട്ടുകയും അതിനുശേഷം ഷാജി പാപ്പൻ എന്ന പ്രധാന കഥാപാത്രം ആടിനെ എടുത്ത് വളർത്തുകയും ചെയ്യുന്നു. കേവലം 30 മിനിറ്റിൽ മാത്രം ഒതുങ്ങിയ ഈ ഷോർട്ട് ഫിലിമാണ് പിന്നീട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസിയായി മാറിയത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ആടിന്റെ ഷോർട്ട് ഫിലിമിൽ ഷാജി പാപ്പനായി അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നത് വിജയബാബുവും സർബത്ത് ഷമീറായി അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നത് ജയസൂര്യ ആയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ആട് എന്ന സിനിമ 2000-ൽ പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് കോമഡി സിനിമയായ സ്നാച്ചിൽ നിന്നും ഇൻസ്പയർ ആയി എടുത്തിട്ടുള്ളതാണ്. സ്നാച്ചിൽ ഒരു പട്ടിയും ഡയമണ്ടുമാണ് പ്രധാന കഥാപാത്രമെങ്കിൽ ആടിലേക്ക് വരുമ്പോൾ പട്ടിക്ക് പകരം ആടും ഡയമണ്ടിന് പകരം നീലക്കൊടുവേലിയുമായി മാറുന്നു. പ്രധാന കഥാപാത്രമായ ഷാജി പാപ്പൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഫുട്ബോൾ 7s ടൂർണമെന്റിന് വന്ന് പിന്നീട് സെമിയിൽ തോറ്റുപോയ വിദേശികളായ കളിക്കാരെ സ്വന്തം ടീമിലെ അംഗങ്ങളെ പോലെ പ്രായം മറന്ന് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശ് ഉപയോഗിച്ച് ചെലവാക്കി കൂടെ നിർത്തിയ ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്നുമാണ് ഷാജി പാപ്പനിലേക്കുള്ള ഇൻസ്പിറേഷനായി സംവിധായകന് കിട്ടിയത്. സിനിമയിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മറ്റൊരു കഥാപാത്രമാണ് വിനായകന്റെ ഡ്യൂഡ്. പലരും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഈ ഡ്യൂഡ് എന്ന പേര് വിനായകന്റെ മാത്രം പേരെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വിനായകന്റെ കഥാപാത്രത്തിന് തിരക്കഥ എഴുതുമ്പോൾ ഒരു പേര് കിട്ടിയിരുന്നില്ല. തിരക്കഥയിൽ ഒരു ടെമ്പററി നെയിം ആയിട്ടിട്ടിരുന്ന ഒരു പേരായിരുന്നു വളരെ കൂളായിട്ടുള്ള ഫ്രണ്ട്ലി മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഡ്യൂഡ് എന്ന പേര്. വിനായകന്റെ കൂടെയുള്ള 2 കഥാപാത്രങ്ങളെയും വിനായകനെയും ചേർത്ത് 3 പേർക്ക് മൊത്തത്തിൽ ഡ്യൂഡ്, സം ഡ്യൂഡ്സ് അല്ലെങ്കിൽ ടീം ഓഫ് ഡ്യൂഡ് എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 3 പേരുടെയും പേരായിരുന്നു ഡ്യൂഡ്. പറയാനും കേൾക്കാനും രസമുള്ള പേരായതുകൊണ്ട് പിന്നീട് വിനായകനിലേക്ക് മാത്രം ഡ്യൂഡ് എന്ന പേര് ഒതുക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആടിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഡ്യൂഡിന്റെ ഫുൾ ഫോം ആയ ദാമോദരൻ ഉണ്ണിമകൻ ദിൽമൻ ഇടക്കൊച്ചി എന്ന പേര് സജസ്റ്റ് ചെയ്തത് ഡ്യൂഡിന്റെ സംഘത്തിലെ സജിൻ എന്ന നടനാണ്. ആദ്യം ദാമോദരൻ ഉണ്ണിമകൻ ദിൽമൻ എന്നായിരുന്നില്ല, ദിംനൻ എന്നായിരുന്നു. പിന്നീട് ദിംനൻ ദിൽമനാക്കി മാറ്റിയത് സംവിധായകനായിരുന്നു. വിനായകന്റെ ഡ്യൂഡ് എന്ന കഥാപാത്രത്തിന്റെ ആക്ഷനും മാനർസവും എല്ലാം 1998-ലെ ലോക്ക് സ്റ്റോക്ക് ആൻഡ് 2 സ്മോക്കിംഗ് ബാരൽസ് എന്ന സിനിമയിലെ ജേസൺ ഫ്ലെമിങ്ങിന്റെ കഥാപാത്രം കണ്ട് ഇൻസ്പയർ ആയി എടുത്തിട്ടുള്ളതാണ്. ഈ ലോക്ക് സ്റ്റോക്ക് എന്ന സിനിമയുടെ അതേ സംവിധായകന്റെ സിനിമയായിരുന്നു മുൻപ് പറഞ്ഞ സ്നാച്ച്. ചുരുക്കി പറഞ്ഞാൽ സ്നാച്ച് എടുത്ത് ആടാക്കി ലോക്ക് സ്റ്റോക്കിലെ കഥാപാത്രം എടുത്ത് ഡ്യൂഡ് എന്ന കഥാപാത്രമാക്കി മാറ്റി. ഇനി അധികമാർക്കും അറിയാത്ത മറ്റൊരു കാര്യമാണ്, ഡ്യൂഡ് എന്ന കഥാപാത്രം നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ കൈ ചെരിച്ചു പിടിച്ച് ആട്ടിക്കൊണ്ടാണ്. ഇത് വാസ്തവത്തിൽ റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ നടക്കുന്ന ശൈലി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിനായകൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഈ ഡ്യൂഡിന്റെ കഥാപാത്രത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് സംവിധായകൻ ആടിന്റെ തിരക്കഥ എഴുതിയപ്പോൾ ഒരു നടന്മാരെയും മനസ്സിൽ കണ്ടിട്ടല്ല എഴുതിയത്. എന്നാൽ ഡ്യൂഡ് എന്ന കഥാപാത്രം വിനായകൻ നിർബന്ധമായി ചെയ്യണമെന്ന് സംവിധായകന് വാശിയുണ്ടായിരുന്നു. വിനായകനോട് കഥ പറഞ്ഞപ്പോൾ ആദ്യം വിനായകൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പോയെങ്കിലും പിന്നീട് സംവിധായകനായ അൻവർ റഷീദ് മുഖേനയാണ് വിനായകനെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച മറ്റൊരു കഥാപാത്രമാണ് വിജയബാബുവിന്റെ സർബത്ത് ഷമീർ. ഈ കഥാപാത്രം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ആരെയും ഉപദ്രവിക്കാത്ത എന്നാൽ മണ്ടനായ ഒരു പോലീസുകാരൻ വേണമെന്നുണ്ടായിരുന്നു. ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ മനു അങ്കിൾ എന്ന സിനിമയിലെ സുരേഷ് ഗോപിയുടെ മിന്നൽ പ്രതാപൻ എന്ന കഥാപാത്രം കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് മണ്ടത്തരം കാണിക്കുന്ന സർബത്ത് ഷമീർ എന്ന പോലീസുകാരനെ സംവിധായകൻ സൃഷ്ടിച്ചത്. എന്നാൽ സർബത്ത് ഷമീറിന്റെ ലുക്ക് വാസ്തവത്തിൽ ബോളിവുഡ് സിനിമയായ ദബാങ്ങിലെ സൽമാൻ ഖാന്റെ ലുക്കിൽ നിന്നും കടമെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു സിമിലാരിറ്റി നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിരുന്നുവെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ധർമ്മജൻ അവതരിപ്പിച്ച ക്യാപ്റ്റൻ ക്ലീറ്റസ് എന്ന കഥാപാത്രമായി ആദ്യം തീരുമാനിച്ചിരുന്നത് അജു വർഗീസിനെയായിരുന്നു. പിന്നീട് അജു വർഗീസിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ധർമ്മജനിലേക്ക് കഥാപാത്രത്തെ മാറ്റുകയും പിന്നീട് ഒരു ചെറിയ കാമിയോ റോളിൽ അജുവിനെ കൊണ്ടുവന്നത്. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആടിലെ അജു വർഗീസിന്റെ കഥാപാത്രത്തിന്റെ പേര് ഡ്രൈവർ പൊന്നപ്പൻ എന്നാണ്. ഈ കഥാപാത്രത്തിന് പേര് കിട്ടിയത് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഡ്രൈവറായി അഭിനയിച്ച ഇന്ദ്രൻസിനോട് നീ തങ്കപ്പനല്ല പൊന്നപ്പനാണെന്ന് ജനാർദ്ദനൻ പറയുന്നത് ഓർക്കുന്നില്ലേ? തങ്കപ്പൻ മാറി പൊന്നപ്പനായി മാറിയ അതേ ഡ്രൈവറിന്റെ പേരാണ് ഇവിടെ അജു വർഗീസിന് ഡ്രൈവർ പൊന്നപ്പൻ എന്ന പേര് കൊടുക്കാൻ ഇടയാക്കിയത്.
മറ്റൊരു കഥാപാത്രമാണ് അറക്കൽ അബു. മിഥുൻ മാനുവലിന്റെ കൂട്ടുകാരുടെ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് ആടെന്ന് പറഞ്ഞല്ലോ. ആടിനെ അറക്കാൻ വേണ്ടി വന്ന കഥാപാത്രത്തെ അതേപടി എടുത്തിട്ടാണ് ഇവിടെ അറക്കൽ അബു എന്ന കഥാപാത്രത്തെ ഉണ്ടാക്കിയത്. ആടിനെ അറക്കാൻ വന്ന വ്യക്തിയായതുകൊണ്ടാണ് അബു എന്ന പേരിന് മുൻപിൽ അറക്കൽ എന്ന പേര് ചേർത്തത്. ഇന്ദ്രൻസ് അവതരിപ്പിച്ച പി ശശി എന്ന കഥാപാത്രം എം മണിയുടെ മാനരസങ്ങൾ ആടിൽ ചെയ്തപ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം കുറച്ച് ആളുകൾ സംവിധായകനെ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞിരുന്നു. പിന്നീട് സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയതിനു ശേഷം എല്ലാവരും ആ ഒരു കഥാപാത്രത്തെ പോസിറ്റീവായി കണ്ടു എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഇന്ദ്രൻസ് പേട്രിയോട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി വേറൊരു ലുക്കിലായതുകൊണ്ട് ഇന്ദ്രൻസിന്റെ പി ശശി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രോസ്തറ്റിക് മേക്കപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആട് സിനിമയിലെ ആദ്യ ഭാഗത്തിലെ പല ആളുകൾ പിന്നീട് മറ്റു ഭാഗങ്ങളിൽ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. ചെമ്പൻ വിനോദിന്റെ ഹക്കീം എന്ന കഥാപാത്രം ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കഥാപാത്രമായിരുന്നു ഷാജി പാപ്പന്റെ വടംവലി ടീമിലെ പാർട്ട് ടൈം വടംവലിക്കാരനായ രോഹിത്. സിനിമയുടെ തുടക്കത്തിലെ വടംവലിക്കുന്ന ടീമിലുണ്ടായിരുന്നതും അവർക്ക് മൊബൈലിൽ തുണ്ടയച്ചു കൊടുത്തതും ക്ലൈമാക്സിൽ മേനകാ കാന്തനെ പട്ടി കടിച്ചുവെന്നും അതുകൊണ്ട് ഇനി കേസൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നതും ഇതേ രോഹിത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും രോഹിത് എന്നാണ്. പണ്ടൊരു ഫേമസ് സിനിമാ ഗ്രൂപ്പിൽ നിന്നുമാണ് അദ്ദേഹത്തെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന് കിട്ടുന്നത്. അതുപോലെ തന്നെ രഞ്ജി പണിക്കരുടെ കഥാപാത്രം ജയസൂര്യയുമായി ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എഡിറ്റിംഗിൽ കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്തത്. ആട് 3 വന്നപ്പോൾ മൂങ്ങയുടെ കഥാപാത്രത്തിന് പകരം ഫുക്രുവിനെയാണ് കാണിച്ചത്. മൂങ്ങ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിനീത് മോഹനായിരുന്നു. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ പ്രൊഡക്ഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു വിനീത് മോഹൻ. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ജോലിയുടെ ഭാഗമായി വിദേശത്തേക്ക് പോയത് മൂലമാണ് വിനീത് മോഹന് പകരം ഫുക്രുവിനെ ആട് 3 ക്ഷണിച്ചത്. ആട് 1 സാന്ദ്ര തോമസ് അവതരിപ്പിച്ച മൃഗങ്ങളെ സ്നേഹിക്കുന്ന മേനകാ കാന്തൻ എന്ന സ്ത്രീ വാസ്തവത്തിൽ മേനകാ ഗാന്ധിയെ ട്രോളിക്കൊണ്ടുള്ള കഥാപാത്രമായിരുന്നു. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. സിനിമയുടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആകെ മൊത്തം 7 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും ആദ്യത്തെ അക്ഷരം ആയാണ്. ആട്, ആൻമരിയ കലിപ്പിലാണ്, അലമാര, അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്, അഞ്ചാം പാതിര, അബ്രഹാം മോസ്ലർ എന്നിങ്ങനെ. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന വെബ് സീരീസിന്റെ പേരും അണലി എന്നാണ്. അവിടെയും ആദ്യത്തെ അക്ഷരം ആയാണ്. എന്താലേ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.